എല്ലാവർക്കും പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യ എൻ്റെ രാജ്യം എന്ന രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പാർട്ട് 2 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ പരിചയപ്പെട്ടു അല്ലേ? ഇന്ന് അതിനെ തുടർന്നുള്ള മറ്റു കാര്യങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ മറ്റു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ പ്രദേശത്തുള്ളവർ ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? ആണോ? അല്ല അല്ലേ, ഒരുപാട് ഭാഷകളുണ്ടല്ലേ. 100-ലധികം ഭാഷകൾ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, ഇവരൊക്കെ നമ്മളെ പോലെയാണോ, നമ്മുടെ കേരളക്കാരെ പോലെയാണോ വസ്ത്രം ധരിക്കുന്നത്? നമ്മൾ ധരിക്കുന്ന അതുപോലത്തെ ഡ്രസ്സുകളാണോ ധരിക്കുന്നത്? അല്ലല്ലേ, ചില വ്യത്യാസങ്ങളുണ്ടല്ലേ. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കൂ. നമ്മുടെ കേരളത്തിലുള്ള ഉത്സവങ്ങളല്ല തമിഴ്നാട്ടിലുള്ളത് അല്ലേ. തമിഴ്നാട്ടിലുള്ള ഉത്സവങ്ങളായിരിക്കില്ല കർണാടക, ഗുജറാത്ത് തുടങ്ങിയ നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. അതിലും 28 തരം ഭാഷ, അതുപോലെ വസ്ത്രരീതി, ആഘോഷങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. ഒരു രാജ്യം പല ഭാഷ. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണല്ലോ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? കർണാടകയിലേതോ? തമിഴ്നാട്ടിലെ ഭാഷ ഏതാണെന്ന് എല്ലാവർക്കും അറിയാലേ. ഏതാണ്? എല്ലാവരും പറയൂ. തമിഴാണല്ലേ. ഇനി കർണാടകയിലേതോ? കർണാടകയിലെ ഭാഷ കന്നഡയാണ്. ഓക്കെ, ഇവിടെ 4 കുട്ടികളുണ്ടല്ലേ. അവരെന്താ പറയുന്നത്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അതേത് ഭാഷയാണ്? മലയാളമാണല്ലേ. ഇന്ത്യ എനതു നാട് എന്താണ്? തമിഴാണ്. ഭാരതാവു നന്ന ദേശ്, അതെന്താണ്? കന്നഡയാണല്ലേ. ഇന്ത്യാന ദേശമു, അത് തെലുങ്ക് ഭാഷയാണ്. തെലുങ്ക് ഏത് പ്രദേശത്തിലെ ഭാഷയാണ്? ആന്ധ്രാപ്രദേശിലെ. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന സംസ്ഥാനത്തെ ഭാഷയാണ് തെലുങ്ക്. മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളും അതിൽ അവരുടെ ഭാഷയും, ഓരോ സംസ്ഥാനത്തിനും ഓരോ ഭാഷയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് കേരളത്തിന് മലയാളം, കേരളത്തിൻ്റെ ഭാഷ ഏതാണ്? മാതൃഭാഷ ഏതാണ്? മലയാളം. തമിഴ്നാടിൻ്റെത് തമിഴ്, കർണാടകയുടേത് കന്നഡ, ആന്ധ്രാപ്രദേശിൻ്റെത് തെലുങ്കു എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടികയിൽ സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ അതിലെ ഭാഷ എഴുതി കൊടുക്കുവാനാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ് തെലുങ്കു അല്ലേ. ഇനി തെലുങ്കാന എന്താണ്? തെലുങ്കാണ് അല്ലേ. ഓക്കെ, ഇനി എന്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മറാഠി ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒഡീഷയിൽ ഒഡിയ എന്ന ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അത് എഴുതി കൊടുക്കാൻ പറ്റും? ആസാമിൽ ആസാമീസ് എന്ന ഭാഷയാണ് ഉപയോഗിക്കുന്നത്. മേഘാലയയിൽ ഗാസി, ഗാരോ തുടങ്ങിയ ഭാഷകളാണ് ഉപയോഗിച്ചു വരുന്നത്. മണിപ്പൂരിൽ മണിപ്പൂരി ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചാബിൽ പഞ്ചാബി. ഇനി ഗോവയിൽ കൊങ്കിണി ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇനി ബംഗാളിൽ ബംഗാളി ഭാഷയാണ്. ഇനി സിക്കിമിൽ ഭൂട്ടിയ, ലച്പ തുടങ്ങിയ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹിമാചൽ പ്രദേശിലെ പഹാരി ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണവ? അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പം നമ്മുടെ 500 രൂപ നോട്ട് അല്ലെങ്കിൽ നമ്മുടെ 100 രൂപ 50 രൂപ നോട്ടിലൊക്കെ എന്താണ് പല ഭാഷകളിൽ പൈസയുടെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഏതൊക്കെ ഭാഷയാണെന്നറിയോ? ഇന്ത്യൻ കറൻസിയിൽ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾക്ക് പുറമെ മറ്റ് 15 പ്രാദേശിക ഭാഷകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഷകൾ കറൻസി നോട്ടുകളിൽ ഒരു പാനലിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവയിൽ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ എല്ലാ നോട്ടുകളിലും കാണാം. ബാക്കിയുള്ള 15 ഭാഷകൾ ഓരോ നോട്ടുകളിലും വ്യത്യസ്തമായി ക്രമീകരിച്ചിരിക്കുന്നു.
ആ ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു തുടങ്ങിയ 15 ഭാഷകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഒരു ദേശം പല വേഷം. ചിത്രം നിരീക്ഷിക്കൂ. നോക്കൂ, ചിത്രത്തിൽ എന്താണ്, പലതരത്തിലുള്ള വേഷവിധാനങ്ങളാണെങ്കിൽ ആളുകളെ കാണുന്നുണ്ട് അല്ലേ. പലതരത്തിലെ പല മോഡലുകളിലാണല്ലേ ഓരോരുത്തരും വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ജനങ്ങൾ വസ്ത്രധാരണത്തിൽ എത്രമാത്രം വ്യത്യസ്തരാണെന്ന് കണ്ടല്ലോ അല്ലേ. പല രൂപത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലേ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്രമാതൃകകളുടെ ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കൂ. ഓരോ പ്രദേശത്തും നമ്മുടെ കേരളത്തിലെ പോലെയുള്ള വസ്ത്രധാരണമായിരിക്കില്ല തമിഴ്നാട്ടിലേതുപോലെ ആയിരിക്കില്ല കർണാടകയിൽ. അങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ തരത്തിലുള്ള വസ്ത്രധാരണമായിരിക്കും. അവരുടെ കൾച്ചറിനനുസരിച്ച്, അവരുടെ സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണമായിരിക്കും ഓരോ മനുഷ്യർക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്തെ ചില ആഘോഷങ്ങൾ പരിചയപ്പെടൂ. ചിത്രത്തിൽ 4 ആഘോഷങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ. ചിത്രത്തിലെ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഏതൊക്കെയാണ്? ദീപാവലി ഉണ്ട്, ഈദുൽ ഫിത്തർ ഉണ്ട്, പിന്നെ ഓണം ഉണ്ട്, ക്രിസ്മസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ എല്ലാവർക്കും നമ്മൾ ആഘോഷിക്കുന്നതാണല്ലേ ഇതൊക്കെ. ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ദീപാവലി, ഈദുൽ ഫിത്തർ, ക്രിസ്മസ്. ഇനി നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം? ഹോളി, നവരാത്രി, ഈസ്റ്റർ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങളാണല്ലേ. ഇനി കൂടുതൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ ആൽബം നിർമ്മിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആൽബം നിർമ്മിക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കലകൾ പലവിധം. ഇവിടെ ഒരുപാട് തരത്തിലുള്ള കലകൾ തന്നിട്ടുണ്ടല്ലേ. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപങ്ങളാണോ പ്രചാരത്തിലുള്ളത്? അല്ല അല്ലേ. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പലതരത്തിലുള്ള കലകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിലേതെല്ലാം നൃത്തരൂപങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? കുച്ചിപ്പുടി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം. ഇതിലേതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള നൃത്തമുണ്ട്? കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ സ്കൂളിലൊക്കെ. പ്രോഗ്രാമിന് ഈ തരത്തിലുള്ള ഡാൻസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഥക്കും മണിപ്പൂരിയൊക്കെ കാണാൻ സാധ്യത കുറവാണ്, എന്നാലും കണ്ടിട്ടുള്ളവരും ഉണ്ടാവും. ഓക്കെ, മറ്റുള്ളവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളവയാണ്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് കലാരൂപം, അതുപോലെ അത് ഏത് സംസ്ഥാനത്തിൽ പ്രചാരത്തിലുള്ളവയാണ് എന്നുള്ളത് പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ മോഹിനിയാട്ടം തന്നിട്ടുണ്ട്. മോഹിനിയാട്ടം ഏതാണ്? കേരളത്തിൻ്റെ കലാരൂപമാണ്. ഇനി ഭരതനാട്യം, തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, കഥക് ഉത്തർപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ. ഇനി കൂടുതൽ കലാരൂപങ്ങളും അത് പ്രചാരത്തിലുള്ള സംസ്ഥാനങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഏതൊക്കെയാണ്? ഒഡീസി നൃത്തരൂപം, കലാരൂപം ഒഡീഷയിലാണുള്ളത്. ഇനി ബിഹു കലാരൂപം ആസാമിലാണുള്ളത്. ഇനി സൂത്രപദ, അതുപോലെ യക്ഷഗാനം കർണാടകയിലാണുള്ളത്. യക്ഷഗാനം കേരളത്തിലും ഉണ്ട് കേട്ടോ. ഇനി ഗിഡ എന്ന കലാരൂപം പഞ്ചാബിലാണുള്ളത്. ഇനി ഗർഭ, രാസലീല, ദണ്ഡിയാസ് തുടങ്ങിയ കലാരൂപങ്ങൾ എവിടെയാണുള്ളത്? ഗുജറാത്തിലാണ് ഉള്ളത്. ഇനി മാഞ്ച് മധ്യപ്രദേശിലാണ്. ലാവണി മഹാരാഷ്ട്രയിൽ. ഹോജാഗിരി ത്രിപുര സംസ്ഥാനത്തിലാണ് പ്രചാരത്തിലുള്ള കലാരൂപങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങളും അതിൻ്റെ അവിടെ പ്രചാരത്തിലുള്ള കലാരൂപങ്ങളും മനസ്സിലാക്കി. ഓക്കെ, ഇനി ഭാഷയിലും വേഷത്തിലും ഉത്സവാഘോഷങ്ങളിലും കലാരൂപങ്ങളിലും ഇന്ത്യൻ ജനത എത്രമാത്രം വൈവിധ്യം പുലർത്തുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ഇത്തരത്തിൽ
വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില അടയാളങ്ങൾ പരിചയപ്പെടാം. എന്താണ്? നമ്മൾ ഇന്ത്യക്കാർക്ക് പല ഭാഷകളുണ്ട്, വേഷങ്ങളുണ്ട്, ഉത്സവാഘോഷങ്ങളുണ്ട്, കലാരൂപങ്ങളുണ്ട്. എന്നാലും നമ്മൾ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ ഇതിൽ നിലനിൽക്കുമ്പോഴും നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും കൂടിയും ഒരു അടയാളങ്ങളുണ്ട്, ഒരൊറ്റ കാര്യങ്ങളുണ്ട് എല്ലതും. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരുമയുടെ അടയാളങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ ദേശീയ അടയാളങ്ങൾ? നമ്മുടെ ദേശീയ പതാക എന്താണ്? ത്രിവർണ്ണ പതാക അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയാണല്ലേ ത്രിവർണ്ണ പതാക. ഇനി അതുപോലെ നമുക്ക് ഇന്ത്യക്കായിട്ടുള്ള ചില അടയാളങ്ങളുണ്ട്, ദേശീയ അടയാളങ്ങൾ. അവ ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര. ഇനി അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ദേശീയ കലണ്ടർ ഉണ്ട് അല്ലേ? ശകവർഷ കലണ്ടർ. ഇനി ദേശീയ നദി, അതുപോലെ വൃക്ഷം, ദേശീയ വൃക്ഷം, ദേശീയ പുഷ്പം, ദേശീയ ഫലം, ദേശീയ മൃഗം, ദേശീയ ജലജീവി, ദേശീയ പക്ഷി, അതുപോലെ ദേശീയ നാണയം, ദേശീയ കായിക വിനോദം, ദേശീയ പച്ചക്കറി, ദേശീയ ചിഹ്നം, ദേശീയ ഭാഷ. ഇതൊക്കെ എന്താണ്? നമുക്കൊക്കെ നമ്മുടെ ദേശീയ അടയാളങ്ങളാണല്ലേ. നമുക്ക് എല്ലാവർക്കും, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും കൂടെയുള്ള കാര്യങ്ങളാണല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ, ദേശീയ ഗാനം. ഇവിടെ ആരുടെ പിക്ചറാണ് തന്നിട്ടുള്ളത്? ഇതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണല്ലേ. രവീന്ദ്രനാഥ ടാഗോർ ആരാണ്? നമുക്ക് മനസ്സിലാക്കാം. സ്കൂളിൽ നാം ദേശീയ ഗാനം ആലപിക്കാറുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ സ്കൂളിൽ ദേശീയ ഗാനം ആലപിക്കാറില്ലേ? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. അപ്പോൾ ഇതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണല്ലേ. രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഏതു ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതപ്പെട്ടത്? ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതാരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി അടുത്ത ചോദ്യം, ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എങ്ങനെയാണ്? ദേശീയ ഗാനം പാടുകയോ പ്ലേ ചെയ്യുകയോ ചെയ്യുന്ന വേളയിൽ ശ്രോതാക്കൾ അറ്റൻഷനായി എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ അങ്ങനെയാണല്ലേ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് അറ്റൻഷനായിട്ടാണല്ലേ നിൽക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ ദേശീയ ഗാനം ആലപിച്ച് തീർക്കേണ്ടത്? 52 സെക്കൻഡ് സമയമാണ് ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം. ഓക്കെ. ഇനി അടുത്തത് എന്താണ് നോക്കൂ, ദേശീയ മുദ്ര. നമ്മുടെ ദേശീയ മുദ്രയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. നമ്മുടെ ദേശീയ മുദ്രയുടെ ചിത്രം നിരീക്ഷിക്കൂ. എവിടെയെല്ലാമാണ് നിങ്ങൾ ഈ മുദ്ര കണ്ടിട്ടുള്ളത്? എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പേജിലുണ്ടാവും കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് എഴുതിയെടുത്ത് അവിടെ ഇതിൻ്റെ ദേശീയ മുദ്ര നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും അത് ടെക്സ്റ്റിലുണ്ടോ എന്ന് നോക്കുക. പിന്നെ എവിടെയൊക്കെ കാണാൻ പറ്റും? ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ നമ്മുടെ 100, 200 രൂപയൊക്കെ നോട്ടുകളിലൊക്കെ എന്തുണ്ട്? ഈ ദേശീയ മുദ്രയുണ്ട്. പിന്നെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക പേപ്പറുകളിൽ, നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഓരോ പേപ്പറുകളിൽ നമ്മൾ ഇന്ത്യയുടെ ഈ ദേശീയ മുദ്ര പതിപ്പിക്കും. അതുപോലെ പാസ്പോർട്ടില്ലേ, നമ്മുടെ വിദേശത്തേക്കൊക്കെ പോകാനുള്ള പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ടിലും ഈ ദേശീയ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ. അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായുള്ളത്. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. ഓക്കെ. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമേത്? അതിൻ്റെ അർത്ഥമെന്ത്? എന്താണ് മുദ്രയുടെ ചുവട്ടിൽ എഴുതിയിട്ടുള്ളത്? എന്താണ് മുദ്രയുടെ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. സത്യമേവ ജയതേ.
അല്ലേ? സത്യമേവ ജയതേ എന്നുള്ളതിൻ്റെ ആ അർത്ഥം എന്താണ്? സത്യം മാത്രം ജയിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാം? ഇവിടെ 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുല്ലേ. ഇനി അതുപോലെ ഇതിലെ മറ്റു മൃഗങ്ങളും കൂടെ ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കുതിരയുണ്ട്, ആന, കാള തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഈ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ പേജ് നമ്പർ 46, ദേശീയ ഗീതം അല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം ആണ് നമ്മുടെ ദേശീയ ഗീതം. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം ആണല്ലേ. അത് എഴുതിയിരിക്കുന്നത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അസംബ്ലിയിൽ കൂട്ടുകാരുമൊത്ത് ദേശീയ ഗീതം ആലപിക്കൂ. മറ്റു ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദേശീയ കലണ്ടറുണ്ട്, ദേശീയ നദി, ദേശീയ വൃക്ഷം, പുഷ്പം, ദേശീയ ഫലം. ദേശീയ ഫലം ഏതാണ്? മാമ്പഴാണല്ലേ. ഇനി ദേശീയ മൃഗം ഏതാണ്? ബംഗാൾ കടവയാണ്. ദേശീയ നദി ഏതായിരുന്നു? നമ്മുടെ ദേശീയ നദി ഗംഗാ നദിയാണല്ലേ. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ പുഷ്പം താമര. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ പക്ഷി ഇന്ത്യൻ മയിൽ. ദേശീയ നാണയം ഇന്ത്യൻ രൂപ. ഇനി ദേശീയ കായിക വിനോദം ഹോക്കി. ദേശീയ പച്ചക്കറി എന്നറിയപ്പെടുന്നത് അതാണ് മത്തനാണ്. ദേശീയ ചിഹ്നം അശോക സ്തംഭം. ദേശീയ ഭാഷ ഹിന്ദി. ഇതൊക്കെ എന്താണ്? നമ്മുടെ ദേശീയ അടയാളങ്ങളാണ് അല്ലേ. അവയുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് ക്ലാസ്സിലെ പരിസര മൂലയിൽ പ്രദർശിപ്പിക്കൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ ബോക്സിൽ എന്താ എഴുതി കൊടുത്തിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോടും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. നമ്മൾ മുകളിൽ ഇപ്പം ഒരുപാട് ദേശീയ അടയാളങ്ങൾ പഠിച്ചില്ലേ. നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് സ്നേഹവും ആദരവും വേണമല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ അടയാളങ്ങളോടും നമ്മൾ എന്താണ്? സ്നേഹവും ആദരവും പ്രകടിപ്പിക്കണം അല്ലേ. അങ്ങനെ ഈ ദേശീയ അടയാളങ്ങളോട് അനാദരവ്, സ്നേഹമില്ലാത്തത് കാണിക്കുന്നത് എന്താണ്? ശിക്ഷാർഹമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിലില്ലേ. നമ്മൾ മയിലിനെ ഇന്ത്യയിൽ എന്താണ്? കൊല്ലാൻ പാടില്ല അല്ലേ. അത് നമ്മുടെ നിയമത്തിന് എതിരാണ്. നമുക്ക് ശിക്ഷ കിട്ടൂലേ. അതാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനോട് അനാദരവ് കാണിക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്ത്യ നമ്മുടെ അഭിമാനം. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയ സ്വാതന്ത്ര്യം. പല നാടുകളിലായി ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലുമെല്ലാം വ്യത്യസ്തരായ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം ഒന്നായിരിക്കുന്നു. ഈ ഐക്യബോധമാണ് നാനാത്വത്തിൽ ഏകത്വം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യ നമ്മുടെ അഭിമാനം അല്ലേ. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇപ്പം എന്താണ്? ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ് അല്ലേ. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിൽ നമ്മളെന്താണ്? അഭിമാനം കൊള്ളണം. നമുക്ക് ഒരുപാട് കഷ്ടതകളും യാതനകളൊക്കെ സഹിച്ചിട്ടാണ് നമ്മുടെ ഒരുപാട് നേതാക്കളിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യം ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ഓരോരുത്തരും, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും അത് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തോട് നീതി പുലർത്തി ജീവിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് ഒരുപാട് അറിയേണ്ടുന്ന നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു അധ്യായമായിരുന്നു അല്ലേ ഇന്ത്യ എൻ്റെ രാജ്യം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്ത്യയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. വിലയിരുത്താം. എന്താണ്? ചേരുംപടി ചേർക്കുക.
ഇവിടെ തന്നിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 അല്ലേ? അതിലേക്ക് ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. വരച്ചു കൊടുക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം എന്നാണ് 1950 ജനുവരി 26. ഓക്കെ. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം? 1942 ഓഗസ്റ്റ് 8. ഇനി ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ്? 1948 ജനുവരി 30. ഇനി ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്നാണ്? 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. നോക്കൂ, ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണോ? അല്ലല്ലേ? തെറ്റാണ്. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. എന്താണ്? അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. ഉണ്ടല്ലേ? ശരിയാണ്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ശരിയാണല്ലേ? നമ്മുടെ ദേശീയ ഭാഷ ഏതാണ്? ഹിന്ദിയാണല്ലേ? ഇനി ലാസ്റ്റത്തത്, ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളാണുള്ളത്. തെറ്റാണല്ലേ? ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളാണുള്ളത്? 9 ആണല്ലേ? ഇനി തുടർ പ്രവർത്തനങ്ങൾ. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വാർത്തകളും വിവരങ്ങളും ഉൾപ്പെടുത്തി വിദ്യാലയത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വാർത്തകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു പ്രദർശനം സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. ഇന്ത്യയിൽ എത്രയാണ്? 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? 28 സംസ്ഥാനങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യ എൻ്റെ രാജ്യം എന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ പാർട്ട് 1 ക്ലാസ്സും പാർട്ട് 2 ക്ലാസ്സും എല്ലാവരും കാണുക. എന്നിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.